ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ ഈ പുതുതായി വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇതിൻ്റെ രാജ്യാന്തര ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ചുരുളഴിയുകയാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന വിവരമാണല്ലോ. അതൊരു അരക്ഷിതത്വം തോന്നിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഗോപികൃഷ്ണൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു പൊതു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് ഈ മോഹൻ വർഗീസ് എന്നയാൾ. ഞാൻ അദ്ദേഹത്തോട് ക്ഷമാപൂർവ്വം പറയുന്നത്, സർ, ഇത് ഭീരുക്കളുടെ നാടാണോ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഇന്ന് ആൺകുട്ടികളുടെ കയ്യിലല്ലേ? ഝാൻസി റാണിയുടെയും ഭഗത് സിംഗിൻ്റെയും ധീരമായ കഥകൾ വേട്ടുപടർന്ന നാടാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ജനമനസ്സിൽ നിന്നും ഇടം തേടാതെ പോകുന്നത് നിങ്ങൾക്കറിയാമോ? പാകിസ്ഥാൻ ആണവ രാജ്യമാണെന്നും അവരെ ഭയക്കണമെന്നും അവരുടെ മുമ്പിൽ കാല് പിടിക്കണമെന്നും പറഞ്ഞ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, ഞാൻ മോഹൻ വർഗീസ് സാറിനോടുള്ള എല്ലാ ബഹുമാനം നിർത്തി പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ അധികാരം ഇന്ന് കരുത്തുറ്റ ആളുകളുടെ കയ്യിലാണ്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിൽ വരുത്താൻ, പരാജയത്തിൻ്റെ കണിക പോലും ഇല്ലാതെ നടപ്പിൽ വരുത്താനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചില്ലേ? പാകിസ്ഥാൻ ആണവ രാജ്യമാണെന്നും കെഞ്ചരുതെന്നും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമായിരുന്നു. നോക്കൂ, മുംബൈ ആക്രമണം നടന്നപ്പോൾ കോൺഗ്രസ് നേതാവ് അടുത്ത് വെളിപ്പെടുത്തിയത് എന്താണ്? അന്ന് തിരിച്ചടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ ചൂളിപ്പോയി. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന അത്തരം ഒരു ശക്തിയല്ല സർ. അത്തരം ഏത് അന്താരാഷ്ട്ര വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നമുക്ക് വലുത്. ഈ രാജ്യത്തിൻ്റെ ജനങ്ങളാണ്. അത് നിരന്തരമായി നിതാന്തമായി ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, രാജ്യത്തിന് എന്തുകൊണ്ട് സിന്ദൂർ ഓപ്പറേഷൻ അവസാനിപ്പിച്ചില്ല? ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുന്നതല്ല. മാത്രമല്ല, നമുക്കറിയാം, ഞാൻ മോഹൻ ഭഗത് സിംഗ് സാർ ഉൾപ്പെടെ ആളോട് പറയുന്നു, സാർ, നമ്മുടെ മുമ്പിൽ ഭീകരത നേരിടുന്ന ഇസ്രായേലിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? ചുറ്റുവട്ടത്തും എത്ര കരുത്തന്മാരായ ആളുകളുണ്ട്. പക്ഷേ രാജ്യത്തിലെ ജനതയുടെ ഒരു ആത്മവിശ്വാസത്തെ ത്രസിപ്പിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും ഏത് ആക്രമണത്തെയും പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട്, അത് എന്ത് കട്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അത് നേരിടേണ്ടി വരും. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്, സർ, ഇത് 10ാം തരം പാസ്സാവാത്ത ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു തീവ്രവാദ പോരാട്ടമല്ല ഇന്ത്യ നടത്തുന്നത്. ഭാരതത്തിനകത്തും പുറത്തുമുള്ള വൈറ്റ് കോളറായിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷയും അനുഭവിക്കുന്ന ആളുകൾ, ഇവർക്ക് എവിടെയാണ് പിഴച്ചത് എന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ഭയപ്പാടോടെ ഒതുങ്ങിക്കഴിയുന്നതിന് പകരം രാജ്യത്തിലെ ജനങ്ങളെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. അതിന്റെ മുന്നിൽ ഞാൻ ഉറക്കെ പറയുന്നു, ഈ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഈ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിന് മുമ്പിൽ സർ ചൂളിപ്പോവാനുള്ള ആളുകളല്ല ഈ രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സി ദിവാകരൻ പറഞ്ഞതുപോലെ, അമിത്ഷായെ പോലെ, നരേന്ദ്രമോദിയെ പോലെ ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവും അവരെ സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റാണ് സർ ഉള്ളത്. ചൂളുന്നവരല്ല, ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.